വചനമൊഴി ഫെബ്രുവരി 19. വചനഭാഗം 1 തെസ്സലോനി 2:17-20, മർക്കോസിന്റെ സുവിശേഷം 10:35-45. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. ഈശോ അവരോട് പ്രതിവചിച്ചു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. ഈശോ അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന മാമോദീസ നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാൻ അനുവദിക്കേണ്ടത് ഞാനല്ല, അത് ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. ഈശോ അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതിരെ ഭരിക്കുന്നു എന്ന് കരുതുന്നവർ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. പ്രത്യുത നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോയുടെ ശിഷ്യന്മാരിൽ 2 പേരായ യാക്കോബും യോഹന്നാനും ഈശോയുടെ പക്കൽ വന്ന് അവിടുത്തെ മഹത്വത്തിൽ തങ്ങൾക്ക് ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കാൻ അനുഗ്രഹം നൽകണമെന്ന്. ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ടാണ് ഈ സ്ലീഹന്മാർ ആഗ്രഹിക്കുന്നത്, അവിടുത്തെ ഇടത്തും വലത്തും ഇരിക്കുക. ഈശോയോട് ചേർന്നിരിക്കുക എപ്രകാരമാണെന്ന് ഈശോ പറയുന്നത്? ഈശോയോട് ചേർന്നിരിക്കുന്നത് ശുശ്രൂഷയിലൂടെയാണ്. ശുശ്രൂഷയുടെയും എളിമയുടെയും ഭാവമാണ് മിശിഹായോട് ചേർന്നിരിക്കുവാനായിട്ട് ഏറ്റവും ആവശ്യം എന്ന് തിരുവചനം പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെയും മിശിഹായുടെ അമ്മയാകാൻ വിളിക്കപ്പെട്ടപ്പോൾ അവൾ പ്രകീർത്തിക്കുന്നത് തൻ്റെ എളിമയെ കണ്ട ദൈവത്തെയാണ്, തൻ്റെ എളിയ ദാസിയെ ഉയർത്തിയ ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം അവൾ ശുശ്രൂഷകയായിട്ട് ഇളയമ്മയെ ശുശ്രൂഷിക്കുന്നതിന് അവൾ ശുശ്രൂഷകയായിട്ട് പുറപ്പെടുകയാണ്. ഇളയമ്മയെ ശുശ്രൂഷിക്കുന്നതിന് യൂദയായിലെ മലനാട്ടിലേക്ക് പോവുകയാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ശുശ്രൂഷയുടെ ഭാവവും എളിമയുടെ ഭാവവും ഉണ്ടായിരിക്കണം. അവരാണ് കർത്താവിൻ്റെ മഹത്വത്തിൽ അവിടുത്തോട് കൂടെ ആയിരിക്കുന്നത് എന്ന സന്ദേശമാണ് ഈശോ നമുക്ക് നൽകുന്നത്. മനോഭാവത്തിലൂടെ, എളിമയുടെ ജീവിതശൈലിയിലൂടെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.